ദിസ് ഈസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക ഫ്രം ഡയറ്റ് ലാബ്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയെ കുറിച്ചിട്ടാണ്. വൈറ്റമിൻ B12 എന്ന് പറയുന്നത് നമുക്ക് ബോഡിക്ക് മെയിനായിട്ടും വേണ്ടുന്ന ഒരു വൈറ്റമിനാണ്. മെയിൻലി നമ്മുടെ RBCയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ബ്രെയിൻ്റെ പ്രോപ്പർ ഫംഗ്ഷന് വേണ്ടിയിട്ടും നെർവ് ടിഷ്യൂവിൻ്റെ ഹെൽത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ B12 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ വെജിറ്റേറിയൻസിലും ഒക്കെ തന്നെ വൈറ്റമിൻ B12 ഒരു ഡെഫിഷ്യൻസി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. മെയിൻലി നമുക്ക് വെജിറ്റേറിയൻസിലാണ് കൂടുതലായിട്ടും ആ ഒരു ഡെഫിഷ്യൻസി കണ്ടുവരുന്നത്. നോൺ വെജിറ്റേറിയൻസ് ആകുമ്പം ഫിഷും മീറ്റും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് വൈറ്റമിൻ B12 അങ്ങനെ കിട്ടാറുണ്ട്. പക്ഷേ വെജിറ്റേറിയൻസ് കുറച്ച് ഫുഡുകളും കൂടെ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഹൈ ഡെഫിഷ്യൻസി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസൾട്ടൻറ്റിനെ കണ്ട് നമുക്ക് വേണ്ടുന്ന കറക്റ്റ് അളവിൽ വൈറ്റമിൻ B12 സപ്ലിമെൻറ്റ്സ് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ടയർഡ്നെസ് ഉണ്ടാകുക, ലാക്ക് ഓഫ് എനർജി ഉണ്ടാകുക, അതുപോലെ മൗത്ത് അൾസേഴ്സ്, മൗത്തിൽ ചെറിയ പിമ്പിൾസ് പോലെ ഉണ്ടാകുക, മസിൽ വീക്ക്നെസ് ഉണ്ടാകുക, ഫിംഗേഴ്സിലൊക്കെ നംനെസ് ഉണ്ടാകുക, തലവേദന ഉണ്ടാകുക. ഇതിൻ്റെ ഒരു ഹൈ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് മെമ്മറി ലോസും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. വൈറ്റമിൻ B12 അടങ്ങിയ ഫുഡ് സോഴ്സസ് എന്ന് പറയുന്നത് മിൽക്കും മിൽക്ക് പ്രോഡക്ട്സും നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. മെയിൻലി വെജിറ്റേറിയൻസ് മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് മിൽക്കും മിൽക്ക് പ്രോഡക്ട്സും. പ്ലാന്റ് ബേസ്ഡ് മിൽക്കാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. മെയിൻലി നമുക്ക് ആൽമണ്ട് മിൽക്ക് യൂസ് ചെയ്യാം, സോയ മിൽക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓട്സ് മിൽക്ക് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. ഇതെല്ലാം ഫോർട്ടിഫൈ ചെയ്തായിരിക്കും വരുന്നത്. ഫോർട്ടിഫൈഡ് മിൽക്ക് എന്ന് പറയുമ്പം നമുക്ക് വേണ്ടുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു മിൽക്ക് പ്രോഡക്ട്സ് വരുന്നത്. ഫോർട്ടിഫൈ ചെയ്തിട്ടുള്ള ലോ ഫാറ്റ് ആയിട്ടുള്ള ചീസും ബട്ടറും വെജിറ്റേറിയൻസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. അതുപോലെ തന്നെ കേടും യോഗട്ട്സും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാം. ലോ ഫാറ്റ് ആയിട്ടുള്ള പനീറും ലോ ഫാറ്റുള്ള ടോഫും നമുക്ക് വെജിറ്റേറിയൻസിന് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. വൈറ്റമിൻ B12 കിട്ടാനായിട്ട് വെജിറ്റേറിയൻസിന് വളരെ നല്ലൊരു സോഴ്സാണ് നമുക്ക് ഫോർട്ടിഫൈ ചെയ്ത സീരിയൽസ്. ഫോർട്ടിഫൈ ചെയ്ത സീരിയൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. മെയിൻലി ഫോളിക് ആസിഡും വൈറ്റമിൻ B12ഉം വൈറ്റമിൻ Dയും കാൽഷ്യവും ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഫോർട്ടിഫൈഡ് ഫുഡ് ഐറ്റംസ് വരുന്നത്. ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള സീരിയൽസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും അതിൻ്റെ ഫുഡ് ലേബിൾസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് എടുക്കുക. മെയിൻലി നമ്മൾ വൈറ്റമിൻ B12 എത്ര ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ഫുഡ് ചൂസ് ചെയ്ത് എടുക്കാനായിട്ട്. നാച്ചുറൽ ഈസ്റ്റ് അടങ്ങിയ ആഹാരങ്ങൾ വെജിറ്റേറിയൻസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം നാച്ചുറൽ ഈസ്റ്റിനകത്തൊക്കെ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. അതുപോലെ ഫെർമെൻറ്റഡ് ഫുഡ് ഐറ്റംസ്, മെയിൻലി നമ്മൾ ഇഡ്ഡലി ദോശ ബാറ്റേഴ്സൊക്കെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്താണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം ഇഡ്ഡലിയും ദോശയൊക്കെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതിനകത്ത് നമുക്ക് വൈറ്റമിൻ B12 കൂടുതലായിട്ടും കാണാറുണ്ട്. വെജിറ്റേറിയൻസിന് നല്ലൊരു ഓപ്ഷനാണ് ഫോർട്ടിഫൈ ചെയ്ത ജ്യൂസസ്. മെയിൻലി ഓറഞ്ച് ജ്യൂസിനകത്തൊക്കെ നമുക്കിപ്പോൾ വൈറ്റമിൻ B12 അവർ ഫോർട്ടിഫൈ ചെയ്ത് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള ജ്യൂസസ് ഐറ്റംസും നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. അടുത്തായിട്ട് വൈറ്റമിൻ B12 കിട്ടാനായിട്ട് വെജിറ്റേറിയൻസിന് നല്ലൊരു സോഴ്സാണ് നമ്മുടെ പൾസസ് ഐറ്റംസ്. പൾസസ് ഐറ്റത്തിനകത്തെല്ലാം തന്നെ വൈറ്റമിൻ B12 റിച്ച് ആണ്. മെയിൻലി പയറ്, കടല, പരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസീസ് ഉള്ള വെജിറ്റേറിയൻസ് ഒക്കെ തന്നെ ഫുഡ് ലേബിൾസ് ചെക്ക് ചെയ്തിട്ട് മാത്രം വേണം നമ്മുടെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങാനായിട്ട്. അതുപോലെ തന്നെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള എല്ലാത്തിലും വൈറ്റമിൻ B12 കാണണമെന്നില്ല. അതിൻ്റെ ബ്രാൻഡും പ്രോഡക്റ്റും ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് തന്നെ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെജിറ്റേറിയൻസിന് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അതോടൊപ്പം നിങ്ങൾക്ക് ഡയറ്റ് കൺസൾട്ടേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഉടൻ തന്നെ ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദിസ് ഈസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക സൈനിങ് ഓഫ്.